ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ ഒരു സെർലാക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ ഒരു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കായിട്ട് ഒരു ബൗൾ അളവിൽ അവലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ക്രിസ്പി ആയി വരുന്നവരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. അവൽ കുട്ടികൾക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഭക്ഷണമാണ്. കുട്ടികളിൽ ഇത് എളുപ്പത്തിൽ ദഹിക്കുകയും ഊർജ്ജം നൽകുകയും പിന്നെ ഇരുമ്പിൻ്റെയും വിറ്റാമിനുകളുടെയും കലവറ കൂടിയാണ്. കാർബോഹൈഡ്രേറ്റിൻ്റെ മികച്ച ഉറവിടമായ അവൽ കഴിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും വികാസത്തിനും മാത്രമല്ല വിളർച്ച ഒഴിവാക്കുന്നതിനും പിന്നെ ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനമൊക്കെ വളരെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു ബൗൾ അളവിൽ മക്കാനയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മക്കാന എന്ന് പറയുന്നത് താമര വിത്താണ്. മക്കാനയിൽ മഗ്നീഷ്യം, കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാരാളം ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങളിലെ പല്ലുകളുടെയും എല്ലുകളുടെയും ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായ ഒന്നാണ്. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന നാരുകളുടെ സാന്നിധ്യം കുട്ടികളുടെ ദഹനവ്യവസ്ഥയെ മെച്ചപ്പെടുത്തി മലബന്ധം അകറ്റുന്നതിനും സഹായിക്കുന്നു. ഇനിയുമുണ്ട് ആരോഗ്യ ഗുണങ്ങൾ. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ കുഞ്ഞുങ്ങളുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇത് ക്രിസ്പിയായെന്നറിയാൻ നമുക്ക് അതൊന്ന് എടുത്ത് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ദേ ഇങ്ങനെ ഒരു പൊടിയായിട്ട് വരും. അപ്പോൾ നമുക്കത് ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. നേരത്തെ വെച്ചിരിക്കുന്ന അവലിനോടൊപ്പം തന്നെയാണ് ഇത് ചേർക്കുന്നത്. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് നട്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 8-10 ബദാമും കാഷ്യൂവുമാണ്. ഇതും തീ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് 5 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. കുഞ്ഞുങ്ങളിൽ ബദാം നൽകുന്നത് കുഞ്ഞുങ്ങളുടെ തലച്ചോറിൻ്റെ വികാസത്തിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഇതിൽ ധാരാളം നാരുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ ഇ, ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്നിവയെല്ലാം ധാരാളം അളവിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കശുവണ്ടിയിലും പ്രോട്ടീനുകളും ആരോഗ്യകരമായ കൊഴുപ്പുകളും വിറ്റാമിനും ധാതുക്കളും ഒക്കെ നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കാഷ്യൂ, മക്കാന, ബദാം ഇവ അലർജി ഉണ്ടാക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം. ആദ്യം ഒരു പ്രാവശ്യം കൊടുത്തു നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് കൊടുത്താൽ മതി. അതിൽ ചൂടൊക്കെ പോയതിന് ശേഷം അത് ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ തരിയൊന്നുമില്ലാതെ നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം. 7 മാസത്തിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ചെറിയ അളവിൽ കൊടുത്തു തുടങ്ങാവുന്നതാണ്. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ ഇത് കൊടുക്കുമ്പോൾ നല്ലോണം അരിച്ചിട്ട് വേണം കുറുക്കുണ്ടാക്കാൻ. ഇത് കണ്ടോ, ഒരു തരി പോലും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലേക്ക് മാറ്റി 1-2 ആഴ്ച വരെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിതുപോലെ ഒരു ബോക്സിലാണ് ആക്കി വെക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് കുറുക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. അതിൻ്റെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ സെർലാക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സെർലാക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്കായിട്ട് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് സ്റ്റൗ ഓണാക്കി ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എന്നാലും കുറച്ച് പനങ്ങൾക്കാണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം കുറുക്കി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് കുറുകട്ടെ. ഇതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കുന്നത്. കുറച്ചുകൂടി ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലോണം കുറുക്കി വന്ന ശേഷം അതൊന്ന് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുകൊണ്ടുള്ള ഈ ഒരു ഹോം മെയ്ഡ് സെർലാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കുഞ്ഞുങ്ങളിൽ ധാരാളം പോഷകങ്ങൾ നൽകുന്ന ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.